130. മിഡിൽ ക്ലാസ് ഫാമിലി ആയിട്ട് ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ തോട്ടപ്പള്ളി ഹാർബറിലെ വിശേഷത്തിൻ്റെ 2ാം ദിവസമാണ് ഇന്ന് വന്നേക്കുന്നത്. നമ്മുടെ ചാകരയുടെ 2ാം ഭാഗമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ വീഡിയോയിൽ ആദ്യത്തെ കുറച്ച് ലേലങ്ങൾ മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഇന്ന് മീനിൻ്റെ വരവും ലേലവും ഒക്കെ കുറച്ചുകൂടെ കാണിക്കുകയാണ്. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ട്, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുകൂടാതെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതാകുമ്പോഴത്തേക്ക് ഞങ്ങളിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ആദ്യം എത്തുകയും ചെയ്യും. കൂടാതെ തംബ്ലൈനിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ തംബ്ലൈനിലൊന്ന് ക്ലിക്ക് ചെയ്യണം. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റായി അയച്ചു തരികയും ചെയ്യണേ. അപ്പോൾ ഞാൻ ഈ തോട്ടപ്പള്ളിലോട്ടുള്ള വഴി ഒന്നുകൂടെ ഈ വീഡിയോയിൽ പറയുകയാണ്. നമ്മളുടെ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ വീഡിയോ കണ്ടിട്ട് വന്ന് കാണുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതാകുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കായൽമീൻ്റെയും കടൽമീൻ്റെയും എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം കിട്ടും. അപ്പം ഇങ്ങോട്ട് വരേണ്ട സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ തോട്ടപ്പള്ളി സ്പിൽവേ, അതായത് കായംകുളം മാവേലിക്കര ഭാഗത്തു നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ തോട്ടപ്പള്ളി സ്പിൽവേ കഴിഞ്ഞിട്ട് കാണുന്ന ഇടത്തോട്ടുള്ള റോഡിൽ കയറി നേരെ പോകുന്ന 2ാമത്തെ ഇടത്തോട്ടുള്ള റോഡിൽ നേരെ കയറി പോകുന്നത് ഹാർബറിലോട്ടാണ്. അവിടെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ലേലത്തിൻ്റെ ടൈമും കാര്യങ്ങളും എല്ലാം നമ്മളിതിൽ പറയുന്നുണ്ട്. വീഡിയോ നിങ്ങൾ തുടർന്ന് ഫുള്ള് കാണണം, സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണേ. പിന്നെ നമുക്ക് ഇതിപ്പോൾ 2ാം ദിവസമല്ല, അന്നത്തെ ദിവസത്തെ വീഡിയോ ഫുള്ള് ഇടാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. പൈസ ഇല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്താൽ മതി. ബാക്കി 650 തരാൻ, 1650 തരാൻ. അദ്ദേഹം ഇവിടെ വിളിച്ചു പോണേ 1700 തരാൻ, 1700 തരാൻ, 800 തരാൻ. 800 ആണ്. 1800 തരാൻ, 1800 തരാൻ, 1800 തരാൻ. ഉണ്ടാനിയാ അറിയുന്നുണ്ടോ? 800 പോലുണ്ടോ? നമ്മുടെ ഈ തോട്ടപ്പള്ളി കടപ്പുറത്ത് കൊഞ്ച് വന്ന് നിറയുന്ന കാഴ്ചയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലേലപ്പെടുന്ന കച്ചവടക്കാർക്ക് മാത്രമല്ല, നമ്മളെ വീട്ടുകാർ കറി വെക്കുന്നവർക്കും അവിടെ പോയി ഒന്നെങ്കിൽ മൊത്തത്തിൽ ഒറ്റയടിക്ക് ലേലം വിളിച്ചെടുക്കാം, അല്ലാതെ തന്നെ നമുക്കാണെങ്കിൽ വളരെ റേറ്റ് കുറഞ്ഞ രീതിയിൽ അവിടെ സാധനം കിട്ടുന്നുണ്ട്. ആ ഒരു കാര്യം കൂടി ഇതിനോടൊപ്പം തന്നെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്.
1500 തരാൻ 1500 തരാൻ 1500 തരാൻ 1500 തരാൻ 1500 തരാൻ 500 കൊണ്ട് 600 പറഞ്ഞോ സാറേ പറഞ്ഞോ ഈശ്വരനോ 1500 ഇയാള് പറഞ്ഞോ 1500 കാശിന്റെ ഗൂഗിൾ പേ ചെയ്താൽ മതി കേട്ടോ 1500 തരാൻ 1600 തരാൻ 1600 തരാൻ 1600 തരാൻ 600 തരാൻ 600 കൂട്ടി ഉണ്ട് ഇയാൾക്കൊല്ലം പറയാനുണ്ടോ 600 കൂട്ടി 600 കൂട്ടി വേണോ സാറേ 600 കൂട്ടി 1600 1600 തരാൻ സുരേട്ട ഒരു സംശയം കൂടെ ചോദിച്ചേ നമ്മുടെ ഇപ്പം മീൻ മാർക്കറ്റിൽ വാങ്ങിക്കാൻ വരുന്ന ആൾക്കാരുണ്ട് ഇവിടുന്ന് വാങ്ങിച്ച് അവരുടെ ഒരു ഉപജീവന മാർഗമാണ് ഇവിടുന്ന് വാങ്ങിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് അവരുടെ ചെലവെന്ന് പറഞ്ഞാൽ ഈ ഒരു ചെലവായിരിക്കത്തില്ലല്ലോ അല്ല അപ്പൊ അതിനെ പറ്റി ഒന്ന് പറയാമോ പറയാ ഇവിടെ നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല അവരുടെ ഉപജീവന മാർഗം മീൻ വിൽപ്പനയാണ് കടപ്പുറത്തുനിന്ന് ഒരു കൊട്ട മീൻ ഇപ്പൊ 100 രൂപയ്ക്ക് എടുത്താൽ ഒരു 15 രൂപ 1 കിലോ മീനിന്റെ പുറത്ത് അവർക്ക് ചെലവാണ് ഇവിടെ ചെലവുണ്ട് ഇവിടെ ലോഡിംഗ് കാശ് കൊടുക്കണം ചുമട്ട് കൂലി കൊടുക്കണം പോക്ക് കാശ് കൊടുക്കണം അതൊന്ന് രണ്ടാമത് ഇത് അവരുടെ ഉപജീവന മാർഗം ഒരു വാർക്കപ്പണിക്ക് പോയാൽ ഇന്ന് 2000 1500 രൂപ ശമ്പളം കിട്ടും പക്ഷെ അവരുടെ ജീവിത മാർഗമാണ് ഈ മീൻ മേടിച്ച് വിൽക്കുന്നത് ഇവിടെ 100 രൂപ നടക്കുന്ന മീൻ കിഴക്ക് വരുമ്പോൾ 150 160 രൂപ 1 കിലോ മീനാകും പിന്നെ അവരുടെ ലാഭം അവരുടെ തൊഴിൽ ചെയ്യുന്ന ലാഭം അതവർക്ക് കിട്ടിയ തൊഴിൽ ചെയ്യുന്ന വേതനം കിട്ടണം അപ്പൊ കടപ്പുറത്ത് നിങ്ങൾ ഭാഷ കാണും അല്ലെങ്കിൽ ടി വിയിൽ പറയുന്നു കടപ്പുറത്ത് 100 രൂപയാകും എന്ന് പറയുന്നെങ്കിൽ ആ മീൻ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ 150 രൂപ 160 രൂപയാകും ഒരു ദിവസത്തെ അദ്ദേഹത്തിന്റെ അധ്വാനത്തിന്റെ കൂലി അതും കൂടെ കൂട്ടിയാണ് അവിടെ 200 രൂപയ്ക്കോ 250 രൂപ വിൽക്കുന്നത് അല്ലാതെ അവർ കൊള്ളലാഭം മേടിക്കുകയല്ല പെട്രോളിന്റെ കാശ് അവന്റെ ഉപജീവന മാർഗം അവന്റെ തൊഴിലിൽ നിന്നും അവന് എല്ലാ മനുഷ്യർക്കും തൊഴിൽ ചെയ്യുമ്പോൾ കൂലി വേണം അവരുടെ തൊഴിലാണ് മീൻ വിൽപ്പന ആ തൊഴിലിന്റെ കൂലിയാണ് ആ മീനിന്റെ പുറത്തുനിന്ന് നിങ്ങളുടെ നിന്ന് മേടിക്കുന്നത് അല്ലാതെ നിങ്ങളെ കബളിപ്പിക്കുകയോ കൊള്ള ചെയ്യുകയോ അല്ല ഇതിന് ഇത്രയും ചെലവുണ്ട് ഒരാളെ നമ്മുടെ വീട്ടിൽ ഒരാളെ വിളിച്ചു നിർത്തിയാൽ 1500 ചെലവും കൊടുക്കാതെ പോകത്തില്ല പക്ഷെ അവരുടെ ഉപജീവന മാർഗം മീൻ വിൽപ്പനയാണ് ആ മീൻ എടുത്തുകൊണ്ട് പോയി വിറ്റാൽ മാത്രമേ അവർക്ക് ജീവിക്കാൻ പറ്റൂ അപ്പൊ അത് മീനിന്റെ പുറത്താണ് വില കൽപ്പിച്ച് നിങ്ങളെ ഇന്ന് മേടിക്കുന്നത് അല്ലാതെ അവരെ കൊള്ള ചെയ്യുന്നതല്ല എന്നുകൂടി ഞാൻ പറയുന്നു ഇവിടെ വരുമ്പോഴത്തേക്ക് ഐസ് പൊക്കുന്ന കൂലി എല്ലാം ഇതിന്റെ പുറത്തല്ല 50 കിലോ മീനെടുത്താൽ 60 രൂപ ചുമട്ട് കൂലി 20 രൂപ പൊക്ക് കൂലി 40 രൂപ ലോഡിംഗ് കൂലി 100 രൂപ ടോള് ഇത് ഇത്ര ഇതിന്റെ പുറത്ത് വീഴും പിന്നെ പെട്രോൾ കാശ് ഐസ് കാശ് ഒരു ബ്ലോക്ക് ഐസിന് 75 രൂപ കൊടുക്കണം മീൻ ഫ്രഷായിട്ട് നിങ്ങളെയൊക്കെ വീടുകളിൽ എത്തണമെങ്കിൽ ഐസ് ഇടാതെ അവിടെ കൊണ്ടുവരാനൊക്കത്തില്ല അതിന് 75 രൂപ കൊടുക്കണം ഇതെല്ലാം ഈ മീനിന്റെ പുറത്താണ് പിന്നെ അദ്ദേഹത്തിന്റെ വേതനം നിങ്ങളെ ഇന്ന് ഈടാക്കുന്നു ഇത്രേ ഉള്ളൂ അതൊക്കെ പറഞ്ഞു അതേ ഉള്ളൂ അല്ലാതെ നേരിട്ട് കടപ്പുറത്തുനിന്ന് കിട്ടുന്ന ആ വിലയ്ക്കൊന്നും ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അതിന്റെ ഇരട്ടി കാശാകും ആകുന്നുണ്ട് അത് സത്യമാണ് അല്ല നിങ്ങളെ കൗളിപ്പിക്കുകയല്ല എന്നൂടെ പറയുന്നു അരിമേടിക്കാനുള്ള കാശ് കിട്ടാനുള്ള ഇവിടെ അതേപോലുള്ള കോളാകുന്നു അല്ല ഇപ്പൊ ഇവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരാൾ ഇവിടെ വന്ന് വാങ്ങിക്കുവാണെങ്കിൽ അവരുടെ പെട്രോൾ ചാർജ് അവർ ഉദ്ദേശിക്കുന്നില്ലല്ലേ ഓട്ടോമാറ്റിക്കായിട്ട് ഈ വിലയാണെങ്കിലും ജനങ്ങൾക്ക് ലാഭം തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പെട്രോൾ അടിച്ച് ഇവിടെ വന്നാൽ എന്തായാലും അതിൽ കൂടുതൽ പൈസയാവും അല്ലേ പക്ഷെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കാശ് കൊടുക്കണം അത് വേറൊരു കാര്യമല്ലേ 60 രൂപ അതിറക്കി ലോറി 40 രൂപ പിന്നെ കണക്കുണ്ടാക്കി ഇറങ്ങുന്നതിന് പൈസ 20 കിലോ മീൻ കൊണ്ടുപോകുമ്പോൾ 250 രൂപ എക്സ്ട്രാ ആവും എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഇവിടെ ചെറുട്ടാർ കയറി വരുന്ന അവസ്ഥ ഒന്ന് നോക്കണം അങ്ങോട്ട് കല്ല് മൊത്തം കല്ല് കിടക്കുക അവിടെ നിന്ന് ഇങ്ങോട്ട് കയറാൻ വയ്യാത്ത അവസ്ഥയിലാണ് അതൊന്ന് പോയി അവിടുത്തെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ട് വാ പോവാ വിഷയമല്ല ഇറങ്ങി വരുന്ന വരവാണ് മൊത്തം ഇങ്ങോട്ട് വെള്ളം ഇങ്ങോട്ട് അടുക്കത്തുമില്ല അല്ലേ അവിടെയൊക്കെ പാറ ഇറക്കിയിട്ടിരിക്കും എവിടെ ഈ സൈഡിലല്ല മുട്ടായി ഈ പാറയായത് ഇതിന്റെ ഇടയ്ക്ക് അവർ കൊട്ട വരുന്നില്ല ഇതൊക്കെ പാറ ഈ കൊട്ട എടുക്കുന്നതിന് ഈ ഭാഗം എല്ലാം പാറയല്ലേ അതാകുമ്പോൾ വെള്ളം അങ്ങോട്ട് അടുക്കാനും പറ്റത്തില്ല
ശരിക്കും പറഞ്ഞാൽ സാധാരണ ഇങ്ങനെയാണോ വേണ്ടത് അതോ വെള്ളം അടുത്ത് വരുവാണോ ചെയ്യുന്നത്? സാധാരണ വെള്ളം അടിച്ചു വരുമല്ല, അവിടുന്ന് വരുമായിരുന്നു. എങ്ങനെ ഈ സൈഡ് ആകുമ്പോഴത്തേക്ക് വരുമായിരുന്നു. അപ്പൊ കേട്ട സമയമായിപ്പോ കേട്ട സമയമാകുമ്പോ ഇതുപോലെ ഉള്ള വായിച്ച വരും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ തലയിൽ ചുമടും വെച്ചോണ്ട് ഈ പാറക്കെട്ട് ചവിട്ടി കയറുന്ന ഭയങ്കര ഒരു കഷ്ടപ്പാട് പിടിച്ചൊരു പരിപാടിയല്ലേ. ഓ, അതുപോലെ തന്നെ ഇവിടുന്ന് എടുത്തോണ്ട് വരണമെങ്കിൽ ഈ പാറക്കെട്ട് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തായാലും അവിടെ ഇറങ്ങി അവിടുന്ന് ചുമന്ന് എടുത്തോണ്ട് വരണം അല്ലേ. പിടിച്ചു കൊടുത്ത് കയറ്റി കൊണ്ടുവരണം. വലിയ വെള്ളമല്ലാതെ കൊച്ചു വള്ളങ്ങളും കടലിൽ പോയിട്ട് ഇത് പൊങ്ങെന്ന് പറയുന്ന സൈസ് വള്ളമാണ്. ഇതും കടലിൽ പോയിട്ട് അവിടുന്ന് മീനൊക്കെ പിടിച്ച് കരയിലോട്ട് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കൊച്ചു വള്ളങ്ങൾക്ക് പിന്നാലെ വലിയ വള്ളങ്ങളും ഒക്കെ ഈ കഴക്കെ അടുക്കുന്നുണ്ട്. മീൻ പിടിച്ച് ഇറക്കിയിട്ട് വീണ്ടും വീണ്ടും പെട്ടെന്ന് കടലിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു തിരക്കാണ് ഓരോ ബോട്ടുകാരും വള്ളക്കാരും ഒക്കെ. ബോട്ടുകാരല്ല, വള്ളക്കാരൊക്കെ. അപ്പം ഇതിൻ്റെ അകത്ത് വേറൊരു പ്രധാനപ്പെട്ട കാഴ്ച കൂടി നിങ്ങളെ എനിക്ക് കാണിച്ചു തരാനുണ്ട്. ഇത് കണ്ടോ, കർണാടക രജിസ്ട്രേഷൻ വണ്ടിയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു അതെ, കർണാടക രജിസ്ട്രേഷനാണ്. ഓൾറെഡി കന്നഡയൊക്കെ എഴുതിയിരിക്കുന്നത്. ഇത് ഇവിടുന്ന് മീൻ കയറ്റി അങ്ങോട്ട് പോകാനായിട്ടുള്ളൊരു തയ്യാറെടുപ്പാണ്. ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് വരെ ആൾക്കാർ വന്ന് ബൾക്കായിട്ട് മീൻ എടുത്തുകൊണ്ട് പോകുന്നൊരു കാഴ്ചയാണ് ഈ തോട്ടപ്പള്ളി കടപ്പുറത്ത് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബൈ. അപ്പോൾ തോട്ടപ്പള്ളി ഹാർബർ എല്ലാവരും മിസ് ചെയ്യാതിരിക്കുക. മാക്സിമം ഇഷ്ടംപോലെ മീനുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. എല്ലാവരും മാക്സിമം വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഏറ്റവും ലാഭകരമായ കൊഞ്ചിനൊക്കെ വളരെ ലാഭകരമാണ്. മാക്സിമം വാങ്ങിക്കാൻ ലഭിക്കുക. അപ്പം അടുത്തൊരു വീഡിയോ കാണാം. ബൈ. വള്ളം 2-3 വന്നത് വിളിച്ചത്. ശരി ശരി.